ഇടത് ഭരണത്തിൽ ആലപ്പുഴയിലുണ്ടായ കർഷക ആത്മഹത്യയ്ക്കിടയാക്കിയുള്ള സംഭവങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുമെന്ന് മാവേലിക്കര NDA സ്ഥാനാർത്ഥി ബൈജു കലാശാല. BDJS സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ജനപ്രിയയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മാവേലിക്കര മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ബൈജു കലാശാലയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. മാവേലിക്കര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ എതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ CPIയുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യപ്രാപ്തിയിലും മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. അങ്ങ് മണ്ഡലത്തിൽ പൊതുസമ്മതനായിട്ടുള്ള ഒരു നേതാവാണ്. നേരത്തെയും ജനകീയ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ആളാണ്. മണ്ഡലത്തിലെ ജനങ്ങളോട് അല്ലെങ്കിൽ മണ്ഡലത്തിലെ പ്രവർത്തനം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് ഘടകങ്ങളാണ് NDAയുടെ സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ എന്നെ പിന്തുണയ്ക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ നിലവിലെ MPക്കെതിരെയുള്ള ശക്തമായ വികാരം, അതിപ്പോൾ കുട്ടനാട് പാക്കേജ് അടക്കമുള്ള കാര്യങ്ങൾ അട്ടിമറിച്ചത് ജനങ്ങളുടെ മനസ്സിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിലവിലുള്ള കേരളത്തിലെ ഗവൺമെന്റിനോടുള്ള ആ ഒരു ഭരണവിരുദ്ധ തരംഗം, അത് രണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ CPI ആണ് മത്സരിക്കുന്നത്. ഇപ്പോൾ ശ്രീ പ്രസാദിൻ്റെ അടക്കമുള്ള ആത്മഹത്യകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു കൃഷിമന്ത്രിയുടെയൊക്കെ നാട്ടിലും മണ്ഡലത്തിലുമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെയൊക്കെ കണ്ണീരിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഫലമുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. മോദിയുടെ ഗ്യാരണ്ടിയാണ് NDA മുന്നിലേക്ക് വെക്കുന്ന മുദ്രാവാക്യം. കേരളത്തിലും ആ വികസന തുടർച്ച, കേന്ദ്ര സർക്കാരിൻ്റെ വികസന തുടർച്ച കേരളത്തിലും ഉണ്ടാകുന്നതിന് കേരളത്തിൽ നിന്നും MPമാർ ഉണ്ടാകേണ്ടതുണ്ട് NDAയിൽ നിന്നും. ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ പ്രചരണ വിഷയങ്ങൾ? പ്രധാനമായിട്ട് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ രാജ്യം മുഴുവൻ NDA തരംഗമാണ്. ഇവിടെ കേരളം പോലൊരു കുഞ്ഞൻ സംസ്ഥാനത്ത് മതന്യൂനപക്ഷങ്ങളെ വിരട്ടി നിർത്തി വോട്ട് വാങ്ങുകയാണ് UDF LDF. അപ്പോൾ അവരെ ഭയപ്പെടുത്തി BJP വന്നാൽ എന്തൊക്കെയോ, ഈ ചെറിയ സംസ്ഥാനത്താണ്, രാജ്യത്തൊന്നും ഒരു കുഴപ്പമില്ല, കേരളത്തിലോട്ട് വന്നാൽ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് പറഞ്ഞ് പാവപ്പെട്ട മതന്യൂനപക്ഷങ്ങളെയും മറ്റ് പിന്നോക്ക ദളിത് ജനവിഭാഗങ്ങളെയും ഒക്കെ ഭയപ്പെടുത്തി നിർത്തി ഇവരുടെ വോട്ട് തട്ടിയാണ് ഈ മുന്നണികൾ അധികാരത്തിലെത്തുന്നതും ജനപ്രതിനിധികളെ സൃഷ്ടിക്കുന്നതും. അതിന് ഈ തെരഞ്ഞെടുപ്പോട് അറുതി വരും, അക്കാര്യത്തിൽ ഒരു സംശയം. ഈ തട്ടിപ്പ് ഇനി കേരളത്തിൽ വിലപ്പോകത്തില്ല. മോദിജിയുടെ ആ സൽഭരണത്തിൻ്റെ ആ നന്മയുടെ വശങ്ങൾ അനുഭവിക്കാനുള്ള അവകാശമുള്ള കേരള ജനത ആ അവകാശം തിരിച്ചറിഞ്ഞ് NDAക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വൻപിച്ച വിജയം നൽകും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. എന്ന് മുതലാണ് പ്രചരണമൊക്കെ ഔദ്യോഗികമായി ആരംഭിക്കുക? അതിപ്പോൾ പാർട്ടി NDA എന്നുള്ള രൂപത്തിൽ BJP നേതാക്കളെ കാണണം, അതുപോലെ BDJSന്റെ നേതാക്കളുണ്ട്, സഹപ്രവർത്തകരുണ്ട്, എല്ലാവരുമായി ആലോചിച്ച് വളരെ ചിട്ടയായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഈ മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആലപ്പുഴയിലെ അല്ലെങ്കിൽ മാവേലിക്കരയിലെ മറ്റ് സാമുദായിക സംഘടനാ നേതാക്കൾ അല്ലെങ്കിൽ ആളുകളൊക്കെ ആയിട്ട് പ്രവർത്തകരൊക്കെ ആയിട്ട് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു? അതോ ഇനി ഞാനിതിപ്പോൾ പ്രഖ്യാപിക്കാത്തത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയില്ല. തീർച്ചയായും ഞാൻ വളരെ വർഷങ്ങളോളം പൊതുരംഗത്തും സാമൂഹ്യ പ്രവർത്തന രംഗത്തും സാമുദായിക പ്രവർത്തന രംഗത്തും ഒക്കെ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും എന്നോട് ആർക്കും ശത്രുതയോ വിരോധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും കാണുകയും അവരുടെയൊക്കെ പിന്തുണ ആർജിക്കുവാനും കഴിയും എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. വരുന്ന ദിവസങ്ങളിൽ അതിനുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാകും. എല്ലാവിധ വിജയാശംസകളും. ക്യാമറമാൻ മനോജിനൊപ്പം മിഥുൻ മുരളി.